ഈശ്വറും ടി കെ രാജഗോപാലും ചേർന്ന് ശ്രീ രാഹുൽ ഈശ്വർ, ഉപ്പ് തിന്നവരെല്ലാം അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ? ഈ പി എസ് പ്രശാന്ത് തനിക്കൊരു ഉത്തരവാദിത്വമില്ല, 2019 സംഭവങ്ങളല്ലേ എന്ന് തുടക്കം മുതൽ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിൽ SIT കണ്ടെത്തുന്നത് അങ്ങനെയല്ല. അപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നോക്കൂ. മൂന്നാമത്തെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി പ്രതിപ്പട്ടിലേക്ക് വരികയും നടപടിക്ക് വിധേയരാവുകയും ചെയ്യുകയാണ്. എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ സാഹചര്യം ശ്രീ രാഹുൽ ഈശ്വർ? ശ്രീ പ്രജീഷ്, രണ്ട് കാര്യങ്ങൾ. എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരോട് ഒരു അനുഭാവവുമില്ല. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ പോലീസ് 35-40 ദിവസം കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ട വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആരെയും ശക്തമായ ഗ്രൗണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. SITയെ അന്ധമായി വിശ്വസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ SITയുടെ ഇതുവരെയുള്ള പല നടപടികളും സംശയാസ്പദമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് SITയുടെ ആ അറസ്റ്റിൽ കോഷൻ വേണമെന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തന്ത്രി, എന്റെ ബന്ധു ആയതുകൊണ്ട് പറയല്ല, ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയെ അനുജ്ഞ മേടിച്ചില്ല ദൈവത്തിന്റെ എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞൊരാളെ അറസ്റ്റ് ചെയ്യുന്നത്. അടിസ്ഥാന ചോദ്യങ്ങളായ എത്ര സ്വർണം പോയി, ആര് കൊണ്ടുപോയി, ഈ ചോദ്യങ്ങൾക്കൊരു ഫൈനൽ ഉത്തരം ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യം എടുത്ത 4.8 എന്ന് പറഞ്ഞ കണക്കിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ തൂക്ക വ്യത്യാസം. അപ്പോൾ എത്ര സ്വർണമാണ് പോയത് എന്ന് SITക്ക് ഇതുവരെ കണ്ടുപിടിച്ചൊരു ഫൈനൽ എസ്റ്റിമേഷൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല. എവിടെ പോയി എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട്, ചാർജ് ഷീറ്റ് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് ശബരിമല കേസുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ളവർക്ക് ജാമ്യം കിട്ടിയത്. തന്ത്രിക്ക് അനുകൂല പരാമർശങ്ങളോടെ 4 സ്ഥലങ്ങളിൽ അനുകൂല പരാമർശങ്ങളോടെയാണ് ജാമ്യം കിട്ടിയത്. പക്ഷേ ശ്രീ രാഹുൽ ഈശ്വർ, ഒരു കാര്യം ചോദിക്കട്ടെ, അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു ദൈവനിയോഗം പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശബരിമല ആയതുകൊണ്ട് ആ ഒരു സമയോചിതമായിട്ടൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അവിടെ? ഇപ്പോൾ അറിയേണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്. അതേ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുമില്ലേ? 2019 ആയാലും അതിനുശേഷം 2 പ്രസിഡന്റുമാരുടെ കാലഘട്ടത്തിലെ അതേ ഉത്തരവാദിത്തം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുമില്ലേ? അതെ, ഉത്തരവാദിത്തം ഒന്ന്, അവിടെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഒന്ന്, കൾപ്പബിലിറ്റി വേറൊന്നാണ്. അഥവാ ഉത്തരവാദിത്തം ഒന്ന്, എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് സ്വർണം എടുക്കുന്നതിൽ പങ്കുണ്ടോ എനിക്കറിയില്ല. ലഭ്യമായ മാധ്യമ റിപ്പോർട്ടുകളും താങ്കളുടെ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ശ്രീ പ്രശാന്തിന്റെ കയ്യിൽ നിന്ന് 0.01 ഗ്രാമെങ്കിലും പോയി എന്ന് SIT കണ്ടെത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ SIT ഇങ്ങനെ താളം ചവിട്ടി നിൽക്കുകയാണ്. അതിന്റെ കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മാസമായി, എത്ര സ്വർണം പോയി എന്ന് SIT കണ്ടുപിടിച്ചിട്ടുണ്ടോ? എവിടെ പോയെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും പോകുന്നു. പിന്നെ SITയോടുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം അടക്കം എവിടെയാണ് ഇളക്കം തട്ടിയത്? തന്ത്രിയുടെ വീട്ടിൽ വാജിവാഹനം അടക്കം റെയ്ഡ് ചെയ്തെടുത്തു. വാജിവാഹനം ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ദേവസ്വം ബോർഡ് തന്ത്രിയോട് അങ്ങോട്ട് അഭ്യർത്ഥിച്ച് വീട്ടിൽ കൊടുത്തു വിട്ടതാണ്. അതായത് ഇവർ 1 മിനിറ്റ് ഒരു ഫോൺ കോളിലോ ഹൈക്കോടതിയുടെ റെക്കോർഡിലോ ചെക്ക് ചെയ്യാതാൽ അറിയാം. അപ്പം തന്ത്രിയെ മനഃപൂർവ്വം അപമാനിക്കാനായി 500 കോടി വില വരുന്ന വാജിവാഹനം, 500 കോടി എന്നുള്ള കോഴ്സിലാണ് വില വരുന്ന വാജിവാഹനം റെയ്ഡ് ചെയ്തെടുത്തു എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണ്? അപ്പോ യഥാർത്ഥത്തിൽ SITയുടെ വിശ്വാസ്യത തെളിയിക്കേണ്ട SIT തന്നെയാണ്. SITയെ കുറിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ജസ്റ്റിസ് ബദ്രുദ്ദീന്റെ വളരെ നെഗറ്റീവായ പരാമർശങ്ങളുണ്ട്. ഇനി നാളെ റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴും ഹൈക്കോടതിയുടെ എന്തെങ്കിലും പരാമർശം വരുന്നത് വരെ നമുക്ക് അതിലൊരു കൺക്ലൂഷൻ എത്താൻ കഴിയില്ല. അത് PS പ്രശാന്ത് ആയതുകൊണ്ടല്ല പറയുന്നത്. ആരാണെങ്കിലും എത്ര കാലമായി ഇത് ഡ്രാഗ് ചെയ്യുന്നു, ഇതിനൊരു അവസാനം ഇല്ലേ? കലികാലം തീരുന്നത് വരെ ഈ കേസ് ഇങ്ങനെ കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ എനിക്ക് SITയുടെ പല നടപടികളിലും സംശയമുണ്ട്. തുറന്നു പറയുന്നതിനോട് ക്ഷമിക്കണം. ഏറ്റവും ബഹുമാനത്തോടെ SITയെ കാണുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കാണുന്നു. SITയുടെ പല നടപടികളും സംശയാസ്പദമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായും തന്ത്രിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദ്യത്തിലേക്ക് ഞാൻ അങ്ങയിലേക്ക് അടുത്ത ഊഴം മടങ്ങിയെത്താം. ശ്രീ ടി കെ രാജഗോപാൽ, ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണോ SIT ഇങ്ങനെ നടപടി പ്രശാന്തിനെതിരെ എടുക്കുന്നത്? അതല്ല, നമുക്കറിയാം അവിടെ ഈ സ്പെഷ്യൽ കമ്മീഷണറുമായി ബന്ധപ്പെട്ട് എടുത്ത സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ. അപ്പോൾ PS പ്രശാന്തിനെ സംബന്ധിച്ച് അറിയാമല്ലോ, അവിടെ ഹൈക്കോടതി ഒരു സംവിധാനമായി നിൽക്കുകയാണ്. ശബരിമലയെ ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും അവിടെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം, അവിടെ അനുമതി വേണം. ഇതൊക്കെ അറിയാമെന്നിരിക്കെ പ്രശാന്തിന്റെ ഭാഗത്തുനിന്നും 2025 അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. സ്വർണം പൂശലിനായി കാര്യങ്ങൾ അവിടെ നിന്ന് ശബരിമലയിൽ പോവുകയാണ്, ആ പരിസരം വിട്ടു പോവുകയാണ്. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന SITയുടെ നീക്കത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് ശ്രീ ടി കെ രാജഗോപാൽ? എനിക്ക് തോന്നുന്നത് അതിനകത്തില് SIT ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് കേസ് അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ SIT പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഓർക്കുന്നില്ലേ? അവർ പറഞ്ഞത് ഈ മാസം 30-ന് മുമ്പായിട്ട് ഇതിന്റെ ആദ്യത്തെ കുറ്റപത്രം ഞങ്ങള് വിജിലൻസ് കോടതിയിൽ, അത് അഭിചാരണ കോടതി അതാണല്ലോ, കൊല്ലം വിജിലൻസ് കോടതി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 30-ന് മുമ്പായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് പോയിരിക്കുന്ന സ്വർണം, എത്ര അളവ് സ്വർണം പോയിട്ടുണ്ട്?
നേരത്തെ തന്നെ അത് കോടതി പറഞ്ഞത് 4.5 കിലോയുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നതാണ് പറഞ്ഞത്. 4.5 കിലോയുടെ വ്യത്യാസം വന്നിരിക്കുന്നു. അത് സ്ഥാനത്ത് സ്വർണ്ണമുണ്ടാകാം, ചെമ്പുണ്ടാകാം. ആ തൂക്കം കൃത്യമായിട്ട് വന്നിട്ടില്ല. പക്ഷെ അത് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് SIT കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ജംഷഡ്പൂരിലെ ഫൈനൽ റിപ്പോർട്ട് ഞങ്ങൾക്ക് ജൂലൈ 6-ാം തീയതി കിട്ടിയിരിക്കുന്നു. അത് പ്രകാരം ഞങ്ങൾക്ക് കൃത്യമായ അളവ് കിട്ടിയിട്ടുണ്ട്, എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അതിന്റെ റിക്കവറിയാണ്. അതിന്റെ റിക്കവറി സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ അറിവ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1/2 കിലോ സ്വർണമാണ് ഈ പറയുന്ന ഗോവർദ്ധന്റെ ജൂവലറിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കി സ്വർണം ഇവിടെ പോയിരിക്കുന്നു. കുറച്ച് പണിക്കൂലിയായിട്ട് ഇവരെടുത്തിട്ടുണ്ട്. ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എടുത്തിട്ടുണ്ട്. ബാക്കി സ്വർണത്തെ കുറിച്ച് അവർക്ക് ധാരണയുണ്ടായിരിക്കും. തീർച്ചയായിട്ടും SIT ഒരു പക്ഷെങ്കിൽ നമ്മൾ അത്രയും ഒരാഴ്ചയൂടെ കാത്തിരുന്നാൽ മതി. അവരുടെ ആദ്യഘട്ടം കുറ്റപത്രത്തിന്റെ ആദ്യഘട്ടം വരട്ടെ, 30-ാം തീയതി കൊടുക്കാമെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ 1-2 ദിവസം അങ്ങോട്ട് നീങ്ങുമായിരിക്കാം. ദേവസ്വം ബെഞ്ച് ഈ കേസ് ഇനിയും സെപ്റ്റംബറിലെ ഓണം കഴിഞ്ഞേ പരിഗണിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ കുറ്റപത്രം രാഹുൽ ഈശ്വർ എന്തോ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വർ എന്താണ്? സാറിനെ എനിക്ക് വലിയ ബഹുമാനമാണ്. ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്ന് എടുത്ത സ്വർണവും ശബരിമല തമ്മിൽ എന്ത് ബന്ധം? സാറൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് വലിയ തട്ടിപ്പാണ്. ഗോവർദ്ധന്റെ ജുവലറി പോയി എന്തെങ്കിലും റിക്കവർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ജുവലറി ഇരുന്ന വേറെ കുറെ സ്വർണം എടുത്തുകൊണ്ട് വന്നു. ഇത് വെള്ളരിക്കപ്പെട്ടണമല്ലേ സാർ? അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുമോ? ഗോവർദ്ധൻ ആരാന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഗോവർദ്ധന്റെ ജുവലറി പോയി ശബരിമല സ്വർണ്ണമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പോലീസിന് എന്തെങ്കിലും റിക്കവറി ചെയ്താലേ കോടതിയിൽ റിക്കവറി ഉണ്ടെന്ന് കാണിക്കാൻ പറ്റൂ. അവിടെ ഇരിക്കുന്ന കുറെ സ്വർണം എടുത്തുകൊണ്ട് വന്നു. എന്തൊരു കന്നന്തിരിവാണ് കാണിക്കുന്നത്. ഈ നാട്ടിൽ എന്തെങ്കിലും നിയമവും നീതിയും പ്രോപ്പർ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നടക്കൂ. ഓക്കെ, തീർച്ചയായും അതാണ് ചോദ്യം. ശ്രീ രാജഗോപാൽ, അദ്ദേഹം ശ്രീ രാഹുൽ ഈശ്വർ ഈ SITയുടെ ഈ നീക്കങ്ങളെ സംശയിക്കുകയാണ്. പക്ഷേ ശ്രീ രാജഗോപാൽ ഒരു കാര്യം കൂടി, കാരണം ഇന്നിപ്പോൾ എന്താണ് അങ്ങ് വായിച്ചാണ് PS പ്രശാന്തിന്റെ കുറിപ്പ്, നീണ്ട കുറിപ്പാണ്. അപ്പോൾ അവിടെയും എന്താണ് ഒരു ഇരവാദം ഉയർത്തുകയാണ് PS പ്രശാന്ത്. അപ്പോൾ ഈ കൊണ്ടുപോയ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് അതിലൊന്നും കുറവോ അല്ലെങ്കിൽ നഷ്ടമോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഇത് അന്വേഷണമാണ്. ഹൈക്കോടതി നേരിട്ട്, അത് അസാധാരണമായിട്ടുള്ള ഒരു ഘട്ടമാണ്, നമുക്കെല്ലാം അറിയാവുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന സംശയങ്ങൾക്കും ഈ ഇരവാദത്തിനും ഒക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് ശ്രീ TK രാജഗോപാലിന് തോന്നുന്നത്? അതിനകത്ത് പ്രതിഷേധ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല. പ്രശാന്തിന്റെ കാലഘട്ടത്തിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വാദമനുസരിച്ചും അവിടെ വന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ കുറച്ച് സ്വർണം കൂടുതലായിട്ടാണ് രണ്ടാമത് ദ്വാരപാലക ശില്പങ്ങളിൽ വന്നിരിക്കുന്നത്. കുറച്ച് സ്വർണം കൂടുതൽ തൂക്കമേ വന്നിട്ടുള്ളൂ. അത് ശരിയാണ്. പക്ഷെ എന്തിനാണ് 40 വർഷത്തെ വാറണ്ടിക്ക് 2019 വന്ന ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? അവിടെയാണ് പ്രശാന്തും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ ഉത്തരവാദിത്തം പറയേണ്ടി വരുന്നത്. ഇത് കൊണ്ടുവന്ന് സ്ഥാപിച്ച് 1-2 വർഷത്തിനകം തന്നെ അതിന്റെ താഴത്തെ പാദങ്ങളിൽ ഉണ്ടായിരുന്ന തകിടുകൾ പൊട്ടി. ആ തകിടുകൾ പൊട്ടിയ സാഹചര്യം എങ്ങനെ ഉണ്ടായി? അതൊരു വലിയ ചോദ്യമാണ്. അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഈ ഉത്തരവാദിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തരവാദിത്തം ഉള്ള ആളുകൾ, അപ്പോൾ ഈ തന്ത്രിക്കും ഈ ഉത്തരവാദിത്തം 2025 വരുന്നില്ലേ? തീർച്ചയായിട്ടും അതല്ലേ നേരത്തെ തന്നെ നമ്മുടെ റിപ്പോർട്ട് പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ്. അവിടെ ഇപ്പൊ ഭഗവാൻ ഒരിക്കൽ സമർപ്പിച്ചു കഴിഞ്ഞാല് അവിടെ നിന്ന് എന്ത് വസ്തുക്കൾ എടുക്കണമെങ്കിൽ, ഒരു പൂ പോലും എടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അനുവാദം വേണം. ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അവിടെ അദ്ദേഹം അനുവദിക്കാതെ നമുക്കൊന്നും എടുക്കാനൊക്കത്തില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം കൊള്ളയ്ക്ക് കൂട്ടുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തോടാണ് ആദ്യം ചോദിക്കേണ്ടത്. ഇവിടെ നിന്നൊരു കാര്യം നടക്കുകയാണ്, ഇതിന്റെ ദേവസ്വം ജീവനക്കാർ പറഞ്ഞെന്നാണ് പറയുന്നത്. ഉത്തരവാദിത്തമുണ്ടോ ശ്രീ TK രാജഗോപാൽ? ഈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം വരുമ്പോൾ അവിടെ തന്ത്രിക്ക് കുറച്ചുകൂടി ആ ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിൽ പ്രാധാന്യം വരുന്നുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് ഇപ്പൊ 7 പേരാണ് 2025 കേസ്, അതായത് 3ാമത്തെ FIR ഇടണ്ടെന്നാണ് കോടതി പറഞ്ഞത്. നിങ്ങളത് 2019 ചേർത്ത് വെച്ച് അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2ാമത്തെ FIR ചേർത്ത് വെച്ച് അന്വേഷിക്കണം, അപ്പോഴത് പൂർത്തിയാകും. ആ സമയത്ത് 7 പ്രതികളാണ് അവിടെയും വരുന്നത്. അതിൽ മുരാരി ബാബു മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. മറ്റേത് അദ്ദേഹത്തെ തന്ത്രി ഒരിക്കലും അറസ്റ്റ് ചെയ്ത് 41 ദിവസം കഴിഞ്ഞ ശേഷം അദ്ദേഹം ജാമ്യത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ പ്രശാന്തിനെയും അജികുമാറും ഒക്കെ പുതിയതായിട്ടാണ്, റജിലാൽ ദേവസ്വം കമ്മീഷണർ, അപ്പൊ ദേവസ്വം സെക്രട്ടറി, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ പുതിയതായിട്ട് അവർ ഇതുവരെ നിയമ നടപടികളൊന്നും നേരിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ തന്ത്രി ഉണ്ടായിരുന്നു, തന്ത്രിയും ഈ കേസിലുണ്ട്. ഈ 7 പേരിൽ ഒരാൾ തന്ത്രിയുമാണ്. രാജീവര് ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പൊ അത് വന്നിരിക്കുന്നത് കൊണ്ടാണ്. അത് വലിയ കോടതി പറഞ്ഞിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, വിശ്വാസവഞ്ചന,
ഈ 3 കൃത്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് 2019 രാഹുൽ ഈ തൂക്ക വ്യത്യാസം കളക്ടീവ് റെസ്പോൺസിബിലിറ്റി കാര്യം പറയുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടി സമർപ്പണമാണ്, ദേവന്റെ സ്വത്താണ്. അപ്പോൾ അതിന്റെ പരമാധികാരി സംരക്ഷകനൊക്കെ ആരാണെന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരേണ്ടതില്ല. അപ്പോൾ അത് നമുക്ക് നിയമപരമായി നോക്കുമ്പോൾ ഇപ്പോൾ SIT അങ്ങനെ സംശയിക്കുകയാണ് രാഹുൽ ഈശ്വർ. പക്ഷേ ഇത് മോണിറ്റർ ചെയ്യുന്ന ഒരു കോടതി ഇവിടെ ഉണ്ട്. ആ കോടതി കൂടി അതിന്റെ വഴിക്ക് നടപടിക്രമങ്ങൾ അനുസരിച്ചാണെങ്കിൽ 2025 ഈ കേസിലും തന്ത്രി ഭാഗവാക്കാവേണ്ടി വരികയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അത് ഈ രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയുന്ന കുട്ടിയുടെ നിഷ്കളങ്കതയോ അറിവില്ലായ്മയായിട്ട് എടുക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ പരസ്യമായ വിമർശനം ഉന്നയിച്ച വിവരമില്ലാത്ത വികാരത്തിൽ സംസാരിക്കുന്ന രാഹുൽ ഈശ്വറായിട്ട് എടുത്താൽ മതി. അങ്ങനെ കളക്ടീവ് റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ ഹൈക്കോടതിക്കും കളക്ടീവ് റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ശബരിമലയുടെ മേളിൽ നേരിട്ട് ഉത്തരവാദിത്വമുള്ള, നേരിട്ട് മോണിറ്ററിംഗ് പവർ ഉള്ള ഹൈക്കോടതി 2019 എന്ത് ചെയ്യുകയായിരുന്നു? ഹൈക്കോടതി 2019 ഉറങ്ങുകയായിരുന്നു. അന്ന് റെസ്പോൺസിബിലിറ്റി ഉള്ള ദേവസ്വം ബെഞ്ചിനെ ചോദ്യം ചെയ്യണോ? ഞാൻ ഇതൊന്നും പറയുകയല്ല, അങ്ങനെ പറഞ്ഞാൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വെക്കുക. ഏറ്റവും ബഹുമാനത്തോടെ പറയുന്നുള്ളൂ, കോടതി ഇലക്ഷൻ ഒരിക്കലും ആവരുത് നിർബന്ധമുണ്ട്. ഞാൻ ഇന്ന് ഒരു ലോയറും കൂടെയാണ്. പക്ഷേ എല്ലാ ആദരവോടും ചോദിക്കട്ടെ, 2019 ഹൈക്കോടതി എവിടെയായിരുന്നു? 2019 ദേവസ്വം ബെഞ്ച് എവിടെയായിരുന്നു? അവരുടെ റിവ്യൂ മെക്കാനിസത്തിൽ എന്താ കണ്ടുപിടിക്കാത്തത്? 2025 വരെ എന്തുകൊണ്ട് ഈ കാലതാമസം ഉണ്ടായി എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ഇതേ ചോദ്യങ്ങൾ അങ്ങോട്ടും വരും. അതായത് നേരിട്ട് ഉത്തരവാദിത്തമില്ലാത്തവരെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അതായത് നേരിട്ട് ഉത്തരവാദിത്തമുള്ള ആൾക്കാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമേ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഞാൻ യോഗക്ഷേമ സഭയിൽ അടക്കം വിളിച്ച്, ബ്രാഹ്മണ സഭയിൽ അടക്കം വിളിച്ച് ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ടുപോയവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അവർ ചെന്നൈയിൽ പോകുന്ന വഴിക്കോ തിരിച്ചു വരുന്ന വഴിക്കോ അടിച്ചു മാറ്റിയെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അപ്പം എല്ലാരെയും കൂടെ സംശയത്തിന്റെ മുൾമുനയെ നിർത്തുകയാണ്. പിന്നെ തന്ത്രിയെ കുടുക്കിയത് വേറൊന്നും കൊണ്ടല്ല, CPM അവർക്ക് നേരെ ചോദ്യം വന്നപ്പോൾ വിശ്വാസി ഭാഗത്ത് നിൽക്കുന്ന ഒരാളും കൂടി ഉണ്ട് ഇതിൽ എന്ന് ധ്വനിപ്പിക്കാനായി അവർ ചെയ്തതാണ്. ആ കള്ളത്തരത്തിന് ദൈവശിക്ഷ, അല്ലെങ്കിൽ ജനങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോ ഈ കാടടച്ച് വെടിവെക്കുന്നതിന് അർത്ഥമുണ്ടോ? പ്രശാന്തിന്റെ കാലത്ത് ഒരു കസ്റ്റഡിയിൽ ഇന്റർഗേഷനിലേക്ക് പോവുകയാണെങ്കിൽ SIT പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തന്ത്രിക്ക് അവിടെയും വിധേയമാകേണ്ടി വരുന്ന ഒരു സാഹചര്യമില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചത് അത് വരുമായിരിക്കും, അതിന് സംശയമൊന്നുമില്ല. കോടതിയുടെ പ്രോസസ് നടക്കട്ടെ. പക്ഷേ കോടതികൾ ഏറ്റവും ആദരവോടെ ആരാധനയോടെ കാലിൽ തൊട്ട് പറയുകയാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറിനോടും ജസ്റ്റിസ് ജയകുമാർ സാറിനോടും ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷ, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭക്തങ്ങൾ ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്നതാണ്. ഇതുമായിട്ട് ബന്ധമില്ലാത്തവരെ അപമാനിക്കാനും അധിക്ഷേപിക്കാനും അവരുടെ ജീവിതം ഇല്ലാതാക്കാനും SITയിലെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കാകണം. കാര്യം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നു എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്, ശ്രീ പ്രതീഷും ഞാനും. പക്ഷെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ, ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിൽ ഡിസംബർ ആദ്യ ആഴ്ച ബഹുമാനപ്പെട്ട മറ്റൊരു ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞതോ ഇലക്ഷൻ ആയപ്പോൾ SIT വർക്ക് ചെയ്യുന്നില്ല, ആവശ്യമുള്ളവരെ പിടിക്കുന്നില്ല എന്ന്. അപ്പോൾ എന്താ ഹൈക്കോടതിയുടെ ഡബിൾ ബെഞ്ചിന്റെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടം ഇല്ലായിരുന്നു? അപ്പോൾ ഒരുപാട് ഇത്തരം ചോദ്യങ്ങളുണ്ട്. ഈ രണ്ട് ജഡ്ജിമാരുടെയും രണ്ട് ബെഞ്ചിന്റെയും സമീപനങ്ങൾ വേറെയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, അനാവശ്യമായവരെ അറസ്റ്റ് ചെയ്യരുത്. ഇതിൽ ഞാൻ CPM കാരനല്ലെന്നറിയാലോ, CPM എന്നും എതിരെ നിൽക്കുന്ന ആളാണ്. ഇതിൽ കടകംപള്ളിയൊക്കെ വലിച്ചടിക്കുന്നതിന് എന്ത് അർത്ഥമുള്ളത്? തന്ത്രി മന്ത്രി എന്നുള്ള പ്രാസമല്ലാതെ കടകംപള്ളിക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ട്? അപ്പൊ എങ്ങനെങ്കിലും കടകംപള്ളി അടക്കമുള്ളവരെ കൊടുക്കുക എന്നൊരു സമീപനം ശരിയല്ല. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. അതൊന്ന് ധാർമ്മികമായി ശരിയല്ല, അയ്യപ്പന്റെ പേരിൽ ആരോടും പ്രതികാരം ചോദിക്കരുത്. രണ്ട്, ശബരിമല പ്രശ്നം ഉണ്ടായപ്പോൾ പോലും കുറച്ചെങ്കിലും വിശ്വാസികളോട് അനുഭാവം കാണിച്ച ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. കാടടച്ച് എല്ലാരെയും വെടിവെച്ച് ദ്രോഹിക്കരുത്. എനിക്ക് CPM കാരോട് ഒരു സോഫ്റ്റ് കോൺട്രും ഇല്ല. പക്ഷേ ഈ നാട്ടിൽ നീതി നടപ്പാകണം. ഒരു വേട്ടയാടലാകരുത്, വിച്ച് ഫണ്ട് ആകരുത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാരെയും കരിവാരി തേക്കുന്നതാകരുത്. ശബരിമലയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരെ കരിവാരി തേക്കുന്നവരായിരുന്നു. രാജഗോപാൽ സാറിന് ഏറ്റവും ആരാധനയോ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം പോലും പറയുന്നത് ഗോവർദ്ധന്റെ അടുത്തുനിന്ന് സ്വർണം പിടിച്ചു എന്നാണ്. ഏത് സ്വർണം? 8 വർഷത്തിന് അല്ലെ 7 വർഷത്തിന് മുമ്പുള്ള സ്വർണ്ണമാണ് ഇപ്പം പിടിച്ചത്. അവിടെ വെറുതെ ചെന്ന് കുറെ ഇരിക്കുന്ന ഗോൾഡ് എടുത്തുകൊണ്ട് വന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തൊക്കെയാണ് SIT ചെയ്യുന്നത്. വാജിവാഹനത്തിന്റെ കാര്യത്തിലെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീണുകൊണ്ടായി. പക്ഷേ ഗോവർദ്ധന്റെ സ്വർണം, എനിക്ക് ഗോവർദ്ധനെ അറിയത്തുപോലുമില്ല. ഗോവർദ്ധന്റെ ജുവലറി, ഏത് ജുവലറി പോയാലും കുറെ സ്വർണം കിട്ടും. അവിടെ പോയി സ്വർണം എടുത്തുകൊണ്ട് വന്നിട്ട് നോക്കൂ, ഈ കാലഘട്ടം, ഈ വിവാദമായ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു അംഗങ്ങളും ഉണ്ടായിരുന്നു. 2022 അവിടെയും അറ്റകുറ്റപ്പണികൾ നടന്നു, അങ്ങേക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എത്രത്തോളം ജാഗ്രതയോട് കൂടിയാണ് അവർ കൈകാര്യം ചെയ്തത്. ശ്രീ അനന്തഗോപൻ ആ കാലഘട്ടത്തിൽ നോക്കൂ, ഇത്രയും ആളുകൾ വരുമ്പോൾ അദ്ദേഹം ഇന്ന് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പേഴ്സണലി ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്താണ് രാഹുൽ എന്റെ അറിവിന് വേണ്ടിട്ടാ PS പ്രശാന്തിന്റെ കാലത്ത് എന്തായാലും സ്വർണം പോയിട്ടില്ലല്ലോ. പിന്നെ PS പ്രശാന്ത് എന്ത് ചെയ്തു എന്നാ പറയണേ? അല്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് അറിയിച്ചോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഗൂഢാലോചനയുടെ ഭാഗമാകൂ. ഇത് രണ്ടും വേറെയല്ലേ? അല്ല, തീർച്ചയായും ആ വകുപ്പ്
വകുപ്പുകളുടെ കാര്യത്തിലായിരിക്കും, അത് വകുപ്പുകളുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യാം. അഭിഭാഷകർക്കും ഈ നടപടിയുടെ ഭാഗമായി ചോദ്യം ചെയ്യാവുന്നതാണ്. ഈ വകുപ്പുകൾ അങ്ങനെയെങ്കിൽ ഈ വഞ്ചന, ഗൂഢാലോചന ഇതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം. ഞാൻ ശ്രീ രാജഗോപാൽ ഒരു കാര്യം, അപ്പോൾ അന്ന് ഈ അനന്തഗോപന്റെ കാലഘട്ടത്തിൽ അറിയാം, അനന്തഗോപൻ അവിടെ ഈ കുഴിയിൽ വന്ന് വീണിട്ടില്ല. പക്ഷേ എന്താണ് ഇവിടെ ജാഗ്രത കുറവ് സംഭവിക്കുമ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ പ്രശാന്ത് കൂടുതൽ നടപടിക്ക് വിധേയനാകേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടോ? ആ നിലയ്ക്ക് ആകുകയാണെങ്കിൽ അതല്ല SIT കുറച്ചുകൂടി സമ്മർദ്ദത്തിന് വിധേയമാകുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നുണ്ടോ? എന്താണ് അങ്ങയുടെ ഈ ഇത്രയും നാളത്തെ ഈ കേസിന്റെ തുടക്കം മുതലുള്ള സ്റ്റഡി നടത്തുമ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങളെ കാണാൻ കഴിയുന്നത്? ശ്രീ PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണ് അതിന്റെ കേസിന്റെ പോക്ക് അങ്ങനെയാണ് വരുന്നത്. കേസ് കണക്ട് ചെയ്ത് വരുന്നത് അങ്ങനെയാണ്. 25-ല് ഈ വീണ്ടും വാളി കൊണ്ടുവരുന്നത് വരെയാണ് പ്രശ്നം. പിന്നീടാണ് അയ്യപ്പ സംഗമമൊക്കെ വരുന്നത്. അയ്യപ്പ സംഗമം വരുന്ന പൂറ്റി വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇതൊരു റിവേഴ്സ് പ്രോസസ്സ് പോലെ വീണ്ടും 19-ലേക്ക് പോയതും കൊള്ള വെളിപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്, എന്തിനാണ് 19-ലെ കൊള്ള അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കുറ്റകരമായ ഒരു ഗൂഢാലോചന ഇവിടെ നടത്തിയെന്നുള്ളതാണ്. അപ്പൊ സ്വർണം പോയിട്ടില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ നിയമ നടപടികളൊന്നും മാറി നീക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അനന്തഗോപൻ പ്രസിഡന്റ് ആയിരുന്ന അനന്തഗോപന്റെ കാര്യം പറഞ്ഞു, അനന്തഗോപന്റെ കാര്യം പറഞ്ഞു. ശരിക്കും ഈ 19-ല് പാളികൾ തിരിച്ചു വന്ന ശേഷം 1 വർഷത്തിന് അകം തന്നെ അതിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അന്ന് തന്നെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ താങ്ങുപീഠം ഉറപ്പിക്കുന്നതിനായിട്ട് പോറ്റിയും കുറച്ച് ആളുകളും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്ന് ചില പരിപാടികളൊക്കെ അവിടെ നടത്തിയിരുന്നു. അപ്പൊ ആ സമയത്തായിരിക്കാം ഇതിന്റെ പാദങ്ങളിലൊക്കെ പൊട്ടലും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്വർണം പൂശിയ ഒരു പാളി അങ്ങനെ പൊട്ടി മാറത്തില്ല. അത് 2020-21 തന്നെ ചില സൂചനകൾ വന്നിരുന്നു. പക്ഷെ അന്ന് അനന്തഗോപന്റെ നേതൃത്വത്തിലുള്ള ബോർഡാണ് അവിടെ ഉള്ളത്. അനന്തഗോപനെ സ്വാധീനിക്കാൻ പറ്റിയിട്ടില്ല, അത് സത്യമാണ്. അനന്തഗോപന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ്, അത് CPM-ന്റെ ബോർഡ് തന്നെയാണ് കേട്ടോ. CPM നേതാവായിരുന്ന അനന്തഗോപൻ പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖനായ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ സ്വാധീനിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹം തൊട്ടിട്ടേ ഇല്ല. എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും ശരി അതിന്റെ നിയമത്തിനനുസരിച്ച് പോകട്ടെ എന്നൊരു നിലപാടാണ് എടുത്തത്. അല്ലെങ്കിൽ ഇവരങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് കാണത്തില്ല. കാരണം ഈ കൊള്ള മറയ്ക്കണമല്ലോ, 19-ലെ കൊള്ള മറയ്ക്കണമെന്നുണ്ടെങ്കിൽ അനന്തഗോപനെ പോലെയുള്ള ആള് വഴങ്ങുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നീടും കുറച്ചു കാലം കൂടെ പോയി. അന്നേരമാണ് ഈ ദേവസ്വം ജീവനക്കാർ പറയുന്നത്, അവിടെ നെയ്യഭിഷേകത്തിന് ശേഷം ഞങ്ങൾ അവിടെ കഴുകുന്ന സമയത്ത്, ദ്വാരപാലക ശില്പങ്ങളും മറ്റും കഴുകുന്ന സമയത്ത് ഞങ്ങളുടെ കൈ മുറിയുന്നുണ്ട്. അതായത് ഈ പാളി ഇങ്ങനെ അങ്ങനെ അടർന്ന് നിൽക്കുകയാണ്. അതിലൊക്കെ ഞങ്ങള് ശുദ്ധി വരുത്തുന്ന സമയത്ത് ഞങ്ങളുടെ കൈ മുറിഞ്ഞ് ചോരയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അനന്തഗോപന്റെ ബോർഡ് ഒരു പക്ഷെങ്കില് എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവരിതിനകത്ത് ഇടപെട്ടിട്ടില്ല. ഈ വിഷയത്തിൽ അവർ ഇടപെട്ടിട്ടില്ല. പിന്നീടാണ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് 23-ല് വന്ന സമയത്താണ്, 23 നവംബറിൽ വന്ന ശേഷമാണ്. അപ്പൊ ഈ സമയത്ത് ഇതിന്റെ ഫയൽ നീങ്ങുന്നുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് തന്നെ 20-22 കാലങ്ങളിൽ തന്നെ ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് അനന്തഗോപന്റെ ബോർഡ് പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് പരിഹരിക്കാനായിട്ടുള്ളത്. പക്ഷെ 23-ൽ പ്രശാന്തിന്റെ ബോർഡ് വന്ന ശേഷമാണ് ഇതിനകത്ത് കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനകത്ത് രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ വരുന്നത്. പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന് കോൺഗ്രസ് പശ്ചാത്തലമാണുള്ളത്. കോൺഗ്രസ് പശ്ചാത്തലമുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം. അപ്പൊ നെടുമങ്ങാട്ട് പഴയ മന്ത്രി അനിലിനെതിരെയൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് പാർട്ടി മാറി CPM-ലേക്ക് വരുന്നു. വന്ന ശേഷം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം വലിയ പോസ്റ്റാണ് അദ്ദേഹത്തിന് കിട്ടിയത്, വലിയൊരു തസ്തികയാണ് കിട്ടിയത്. അങ്ങനെ മാറി ഒന്നൊരാളിന് കിട്ടിയ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംശയങ്ങൾ വരുന്നത്. ഒരു പക്ഷെങ്കിൽ ഈ കോൺസ്പിറസി പ്രശാന്ത് പറയുന്നതിനകത്തിന്റെ ഒരു മെറിറ്റ് നമ്മൾ നോക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തെ ഒരു സ്കേപ്പ് ഗോട്ട് ആക്കിയതാണോ ഇതിനകത്തില്. ഈ 19-ലേക്കുള്ള എന്തായാലും അറിയാവുന്ന ആളുകളുണ്ട് അവിടെ. ഇതിനെ സംബന്ധിച്ച് അവിടുത്തെ സ്വർണം പോയിട്ടുണ്ട് എന്ന് അറിയാവുന്ന ആളുകള് CPM-ൽ തന്നെ ഉണ്ട്. CPM-ലുണ്ട്. അല്ലെങ്കിൽ അനന്തഗോപൻ ഒഴിച്ചുള്ള ഒരു ബോർഡിനെ കൃത്യമായിട്ട് ഇതിനെ കുറിച്ചൊക്കെ ധാരണയുണ്ട്. പ്രത്യേകിച്ച് പത്മകുമാർ ഉണ്ട് അവിടെ, വാസുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അറിയാം ഇതിന്റെ സംഭവങ്ങൾ എന്താണ് നടന്നേക്കുന്നത്. അതുകൊണ്ട് ഒരു മറയായിട്ട് വന്നതാകാം. അതാണോ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ കൈവിട്ടിരിക്കുകയാണല്ലോ. അവസാനമായി ശ്രീ രാഹുൽ ഈശ്വർ, തന്ത്രിയുടെ അനുജ്ഞയൊക്കെ നമ്മൾ ഓരോ കാലഘട്ടങ്ങളിൽ അത് സംബന്ധിച്ചാണല്ലോ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതും റിമാൻഡിലേക്ക് പോകുന്നപ്പോൾ 2025-ൽ ഈ സാഹചര്യം വരികയാണെങ്കിൽ ലാസ്റ്റ് കമന്റ്, തന്ത്രിയുടെ റോള് അവിടെ, തന്ത്രിക്ക് അവിടെ റോൾ
അനുജ്ഞ കൊടുക്കേണ്ടത് അയ്യപ്പനാണ്. അത് ഒരു കസ്റ്റമറി പ്രാക്ടീസ് ആണ്. എന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ അടുത്ത് വന്ന് അയ്യപ്പന്റെ അനുജ്ഞ വേണമെന്ന് പറയുമ്പോൾ തന്ത്രി അയ്യപ്പനോട് പ്രാർത്ഥിക്കുകയും അനുജ്ഞ കൊടുക്കുകയും ചെയ്യും. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. തന്ത്രിയോട് ദേവസ്വം ബോർഡ് വന്നൊരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ തന്ത്രി പറ്റൂല എന്ന് പറയണോ? തന്ത്രി എന്ത് ചെയ്യും? തന്ത്രി എന്താ ചെയ്യാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്ത്രിയെ ഏതെങ്കിലും രീതിയിൽ കൊടുക്കുന്നതോ അധിക്ഷേപിക്കുന്നതോ കാര്യമല്ല. തന്ത്രിയല്ല, ആരെയും ചെയ്യുന്ന കാര്യമില്ല. എത്ര എളുപ്പം അന്വേഷണം അവസാനിപ്പിച്ച് ഇതിന്റെ സത്യം വെളിയിൽ കൊണ്ടുവരാം. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ശരി, വളരെയധികം നന്ദി ശ്രീ ടി കെ രാജഗോപാൽ. ഒപ്പം ശ്രീ രാഹുൽ ഈശ്വർ, അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ PS പ്രശാന്തിനെ ചോദ്യം ചെയ്യൽ നടപടിക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം നന്ദി.